ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ റോയ് ഗാർഡൻസ് അടുത്തുള്ള സ്ഥലത്ത് വന്നിട്ടുണ്ട് കേട്ടോ ചെടികൾ വാങ്ങിക്കാൻ. അപ്പോൾ ഈ ഞായറാഴ്ച നമ്മൾ പാടത്ത് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ചെടി വെക്കാൻ പോവാണ്. അപ്പോൾ അതാണ് അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിച്ചെന്നുള്ളത് ഞാൻ വീട്ടിൽ പോയിട്ട് പറയാം. കാര്യം ഇവിടെ ഞാൻ വീഡിയോ എടുക്കാനൊക്കെ മറന്നു. ഇതിപ്പോൾ വെള്ളിയാഴ്ച, ഇപ്പം മറ്റന്നാളെയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇനിയിപ്പോൾ എവിടെയൊക്കെ കുഴിയെടുക്കണം എന്നുള്ളതൊക്കെ നോക്കണം. ഇവിടെ ഒരു ചേട്ടനുണ്ട്, പുള്ളിക്കാരനാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. സാധനങ്ങൾ ചെടികൾക്കൊക്കെ വില കുറവാണ്. അപ്പോൾ നമ്മളെല്ലാം വച്ച് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് മേലെ പോയി ഇനി ചെടികളൊക്കെ നോക്കാം. എന്തായാലും ബാക്കിൽ കാണിച്ചില്ല, നല്ല അടിപൊളി നഴ്സറിയാണ്. ഇവിടെ എല്ലാ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സിൻ്റെയും ഫ്ലവേഴ്സും എല്ലാം ഉണ്ട്. നെല്ലിമേടാട്ട ഈ സ്ഥലം. ഇനി നമുക്ക് പോവാം. ഇതെന്താ സാധനം നിറഞ്ഞില്ല, കുറേ ചെടികളുണ്ട്. ചെടികൾ ചിലത് കാണുമ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതാണ് സ്വീറ്റ് അമ്പാഴങ്ങ. ചെടിയാ വാങ്ങിക്കണേ. നമ്മളൊരു അറൌണ്ട് 10 വെറൈറ്റീസ് ഓഫ് ചെടി നമ്മൾ വാങ്ങിക്കും. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണ്? സൺഡേ. ഓക്കെ. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണ്? നമ്മളിനി നല്ലൊരു ഫ്രൂട്ട്സിന്റെ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാൻ പോകും. ഫ്രൂട്ട്സിന്റെ ഒരു പ്ലേസ് മൊത്തം ഫ്രൂട്ട്സ് വെക്കാൻ പോകും. അതാണ് നമ്മുടെ പ്ലാൻ. പ്ലാന്റ്സ് ഉണ്ട്. എത്രയോ രൂപ കിട്ടും. തെച്ചി വാങ്ങിക്കണം, പിന്നെ വാങ്ങിക്കാല്ലേ? ഇത് ഫ്ലവേഴ്സ് മാത്രം. അപ്പോൾ നമുക്ക് അകത്തോട്ട് നടക്കാം. ചെയ്യാൻ പറ്റില്ല. എനിക്കൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. എത്ര ദൂരത്ത് ഞാനാ പറഞ്ഞോണ്ടിരിക്കുന്ന ഈ ചെടി ആ ചെടിന്ന്. പിന്നെ അപ്പം നമ്മൾ അവിടെ പോയിട്ട് ഓരോ ചെടിയും പരിചയപ്പെടുത്താം കേട്ടോ. ചില കാര്യങ്ങൾ ചെടി എനിക്ക് അറിയുന്നില്ലെന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. നോക്കാം, അവിടെ പോയിട്ട് ബാലൻസ് കാര്യങ്ങൾ നോക്കാം. വീട്ടിൽ പോയിട്ട് ഇറക്കി വെച്ചിട്ട് നമ്മൾ സൺഡേ നമുക്കപ്പോൾ പണിയുണ്ട്. ഓക്കെ, കുഴിയെടുക്കും. ചിലപ്പോൾ ഇന്ന് തന്നെ ഞാൻ കുഴിയെടുത്ത് വെക്കാൻ പോയിട്ട് പറയാൻ പറ്റില്ല. കാര്യം സമയമുള്ളതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എവിടെയൊക്കെയാണോ വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു പാടം മൊത്തം എടുത്തിട്ട് ഞങ്ങൾ ചെയ്യാൻ പോകും. നമ്മൾ എന്തൊക്കെ വെക്കണം തീരുമാനിച്ച് വെക്കാൻ പോവാ. റംബൂട്ടാൻ ചെടി കാണാൻ പോകും, എന്നിട്ട് അവിടെ നിന്ന് റംബൂട്ടാൻ എടുക്കാം. അല്ല, ഓറഞ്ച് അല്ലായിട്ട് പറയുമ്പോൾ നമ്മൾ ഓറഞ്ച് ആവും. കറക്റ്റാ, ഇതിലൂടെയാണ് കേട്ടോ. ജ്യൂസ് അടിക്കാൻ ശരിയാണ്. അന്ന് നീ വലിച്ചോണ്ട് വന്നതല്ലേ? എടവന് ഇവിടെ നോക്കടാ, ടേബിളിലായി ലെറ്റർ വേണം, പഠിച്ചോ. നമ്മളതാണ്ട് ഇതും നല്ല പുളി ഉണ്ടാവും. ഈ ചെടിയും വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ഉള്ള ചെടി കായ് ഉണ്ടാവുമ്പോ ചെടി വലുതാവില്ല. അതന്നെ കായ് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉള്ളത്. അതെ, ഏതാ വേണ്ടത്? ഇത് അല്ല ഈ സാധനം അതല്ല, അത് വേറെയല്ലേ? നാളെ പൊളിച്ചത് അത് ബഡ് പോയി. ഓക്കെ ഓക്കെ, അതൊക്കെ സൂപ്പർ. നമുക്ക് മനസ്സിലാവുക നാടനും ഇതും. അതിലേതാ പിന്നെ വേണ്ട നോക്കിട്ട് വരടാ. ഇതെന്ത് നാരങ്ങ? സോറി, ഇത് ഓറഞ്ച് അല്ലേ? കമലം ഓറഞ്ച്. മധുരം ഉണ്ടാവും. അപ്പൊ ശരി, അതെടുത്തോ. സിട്രിക് ആസിഡ് നല്ലതല്ലേ? നല്ല സർബത്ത് കലക്കുമ്പോ നാരങ്ങയ്ക്ക് പകരം ഇത് പോയി. മൂന്ന് കായുണ്ട്. ഇതുകൊണ്ട് ഇത് അങ്ങനെ തന്നെ ഇറക്കി വെക്കുന്നല്ലേ നല്ലത്. എങ്ങനെയുണ്ട് ചെടിന്ന് വലിച്ചത്? അതും നമ്മൾ വാങ്ങിച്ചു. കൊള്ളാം. ഒരു ഫുള്ള് ഇത് ഇതായത് ഇപ്പം നമ്മൾ വാങ്ങിച്ചാണ്. സ്റ്റാർ ഫ്രൂട്ട് വാങ്ങിച്ചു, ടേബിൾ ലൈം വാങ്ങിച്ചു. പിന്നെ എന്ത് നാരങ്ങടാ? എന്ത് നാരങ്ങ? കമലം ഓറഞ്ചും. ഇതും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഈ സാധനവും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മൾ പോയിട്ട് വെക്കണം. അത്രയും സ്പേസ് നമ്മൾ കാണണം. അപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ വയ്ക്കുന്നത് നല്ല വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ വലിയൊരു വീഡിയോ ആയിരിക്കും. എല്ലാം കൂടെ വയ്ക്കണ്ടേ? ഇത് പോയിട്ട് ആദ്യം സ്പേസ് കാണണം, എവിടെയൊക്കെ വയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. സൂപ്പർ. ഇത് നമ്മൾ പർച്ചേസ് ചെയ്തത് കേട്ടോ. ഇത് ആപ്പിൾ ചാമ്പങ്ങ, ഇത് ടേബിൾ ലൈം, പിന്നെ അത് ഓറഞ്ച്, ഇത് സ്റ്റാർ ഫ്രൂട്ട്, ഒരു ആപ്പിള്.
പിന്നെ അമ്പാഴങ്ങ, മറ്റേ സ്വീറ്റ് അമ്പാഴങ്ങ. പിന്നെ ഇതൊട്ട് സാധനം ഇതെന്താണെന്ന് ഞാൻ മറന്നേ. ഇതെന്തോ ഇത് പേരയ്ക്ക, ഇത് അവക്കാടോ. ആ അത് ശരിയാ, കിട്ടിയപ്പോ പിടിക്കണ്ട. അത് ബില്ല് കൂട്ടുന്നില്ല. ആ അപ്പൊ കുഴപ്പമില്ല. ചെമ്പ ഓൾറെഡി വാങ്ങിച്ചിട്ട് പോയി. ഇല്ല, നമ്മുടെ കാറി കയറ്റിയിട്ടുണ്ട്. ഇപ്പൊ കാണുമ്പോ ഒരു പറക്കും തെളിയ പോലെ ഉണ്ട്. സെറ്റ്. അപ്പൊ ഇത് നമ്മൾ കണ്ടത് കാട്ടു വൈതനിങ്ങയാണ്. വൈതനിങ്ങ അത്രേ ഉള്ളൂ. ഇത് ലോകം മൊത്തം വേണ്ട വേണ്ട, ഇത് വേണ്ട. ഇപ്പൊ തൽക്കാലത്തേക്ക് വേണ്ടടാ, കുറെ ഉണ്ട്. ആ ഓൾറെഡി നമുക്ക് അവിടെ പോയിട്ട് പ്ലാൻ ചെയ്യാനുണ്ട്. പ്ലാന്റിന്റെ പർച്ചേസ് ചെയ്യുന്നു. ഈ വീട്ടിലോട്ട് കുറെ ചെടികൾ വാങ്ങിച്ചില്ലേ? അപ്പൊ നമ്മുടെ അടുത്ത് ഈ വീഡിയോയിൽ ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ഈ വീഡിയോയിൽ നമ്മൾ അതൊക്കെ കൊണ്ട് വീട്ടിൽ കൊണ്ട് ഇറക്കാൻ പോകും. ഇറക്കിയിട്ട് വെക്കണ്ടേ? അതൊക്കെ നമ്മുടെ വീക്കെൻഡാ ചെയ്യണേ. അതും ഇതിന്റെ ഒപ്പം കമ്പൈൻ ചെയ്യാണ്. ഈ വീഡിയോ ഇപ്പൊ നമ്മൾ ഏഡ് ചെയ്യുന്നല്ലോ. ഇതിപ്പോ നമ്മൾ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ലെങ്ത് കൂടുതലാണെങ്കിൽ അടുത്ത വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വെക്കാം അല്ലേ? ഓക്കെ ബൈ. അപ്പൊ നമ്മൾ അവിടെ പിടിക്കാം. ബാക്ക് കാറ് മൊത്തം ചെടിയാണ്. അപ്പൊ നമ്മുടെ സാധനമൊക്കെ എത്തിയിട്ടുണ്ട്. കാറ് മൊത്തം വരുമ്പോ എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ചെടിയല്ലേ മൊത്തം. അപ്പൊ നമ്മൾ ഓരോ ചെടിയായിട്ട് എടുക്കാം. ആദ്യം ഇത് എടുക്കുക, ഇതെടുക്കാം. ഇതെന്താ സാധനം? ഇതാണ് ഇസ്രയേൽ ഓറഞ്ച്. സാധനം കണ്ടോ കേട്ടാ, ഇസ്രയേൽ ഓറഞ്ച്. സാധനം അകത്ത് വെക്കാം, പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പശു കടിക്കും. ഇസ്രയേൽ ഓറഞ്ച്. ഇത് ഇതാണ്ട് ഒരു സാധനം വരുന്നുണ്ട്. ഇതിന്റെ പേരെന്തായിരുന്നടാ? കമലം ഓറഞ്ച്. നമ്മൾ കുറെ വെറൈറ്റീസ് ഓഫ് ഓറഞ്ച് വാങ്ങിച്ചിട്ടുണ്ട്. കമലം ഓറഞ്ച്. ഇതിനകത്ത് 2 ഓറഞ്ച് ഉണ്ട്. 3 ഉണ്ടോ? ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. എന്റെ പിന്നെ വീഴോ? വീഴില്ല. നീ എന്നെ അങ്ങോട്ട് ഫോളോ ചെയ്യണ്ടല്ലോ അല്ലേ? കമലം ഓറഞ്ച്. പിന്നെ ഇനിയിപ്പൊ അടുത്തെടുക്കാൻ പോകുന്നത് ചാമ്പയ്ക്ക. ചാമ്പയ്ക്ക ഒരെണ്ണം. വീഴുവോ? ഇങ്ങനെ ചരിച്ചു വെക്കാം അല്ലേ? ഇനി അടുത്തത് ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നില്ല ഒരു ഫ്രീ തന്നത്? അല്ല, ഇതെന്ത് സാധനമായിരുന്നു? ശരിയാണ്. സ്റ്റാർ ഫ്രൂട്ട് ഇതിനകത്തുണ്ട്. ഫ്രൂട്ട് തന്നെ ഇതിനകത്തുണ്ട്, കുഞ്ഞിത്. അല്ല, ഇത് മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ടാണ് കേട്ടോ. ഇതൊക്കെ ഇനി നമ്മൾ വെക്കാനുള്ള സ്ഥലം കണ്ടെത്തണം, അതാണ് ടാസ്ക്. പിന്നെ ഒരെണ്ണം കൂടെ. ഇതവര് നമുക്ക് ഫ്രീ തന്നതാണ്. ഫ്രീ തന്ന ചാമ്പയ്ക്ക മരം ഒരെണ്ണം കൂടെ. ഇതിനവര് പറഞ്ഞ് ബ്ലാക്ക് ഗുവാന്നായിരുന്നില്ലേ? കറുത്ത പേരയ്ക്ക. ഇല അതുപോലെ ഉണ്ട്. ഇതവര് പറഞ്ഞത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും പറഞ്ഞു അല്ലേ? സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന പറഞ്ഞത്. അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഈ സാധനം താഴെ വെക്കട്ടെ. ചെടികളൊക്കെ ഇവിടുന്ന് വെക്കാൻ പറ്റിയതുകൊണ്ട് കുഴപ്പമില്ല. എന്താ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അവിടെ എന്തെങ്കിലും വന്നാ? ഇനി അടുത്തത് നമുക്ക് ടേബിൾ ഓറഞ്ച് എടുക്കാം. ടേബിൾ ലൈം അല്ല, ടേബിൾ ലൈം അല്ല ഈ സാധനത്തിന്റെ പേര്. ഇതിനകത്ത് നോക്കിക്കതാ, നല്ല കുറെ ഇതുണ്ട്, കുറെ ലൈമൊക്കെ ഉണ്ട്. ഇങ്ങനെ പിടിച്ചാൽ മതി, ചരിക്കണ്ട. ഇതെന്താ? മധുരമുള്ള അമ്പാഴങ്ങ. സ്വീറ്റ് അമ്പാഴങ്ങ. ഇതിനകത്ത് അമ്പാഴങ്ങയുണ്ട്. ഇതെല്ലാം പെട്ടെന്ന് കായ്ക്കുന്ന അവര് പറഞ്ഞത്. മധുരമുള്ള അമ്പാഴങ്ങയായി. പിന്നെ അടുത്ത സാധനം ഇതിന്റെ ഫേവറേറ്റാ. ഇത് ഞാൻ പോലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പൊന്ന് കണ്ടപ്പോഴാ, പൊന്ന് കണ്ടിട്ട് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചൊരു സാധനമായിരുന്നു. ഇതിനകത്തും കായുണ്ടോ? ഇല്ലല്ല, കായുണ്ടതാ. ഡിയർ ആപ്പിള്. നേരെ പിടിക്ക്, ചരിക്കണ്ട. അങ്ങനെ കൊള്ളത്തില്ല. അതിന് നമുക്കിതാ ഇതിനകത്ത് ഫുള്ളും ഫ്ലവറും ബഡ്സും ആണ്. നമുക്ക് മോസ്റ്റ്ലി ഒരു 1 month ഒക്കെ ആവുന്ന സമയത്ത് ഒരുവിധം കായ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇനിയും കുറച്ച് 2-3 ഇതും കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ഈ ചെറിയ ചെടി ഇതിനകത്ത് ഇരുന്നോട്ടെ, ഒരെണ്ണം കൊണ്ടുപോകാനുള്ളത്.
ഇതിനകത്ത് നമ്മള് ഫ്ലവറും അങ്ങ് അത്ര ഇല്ല, ഫുള്ളും ബഡ്സ് ആണ്. ഫ്ലവറായി വരുന്നേ ഉള്ളൂ. ഫ്ലവർ ഉണ്ട് കുറച്ച് ഫ്ലവർ ഒക്കെ ഉണ്ട് നോക്ക്. പക്ഷെ കമ്പയറിംഗ് വിത്ത് ആ പ്ലാന്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് അത്ര ഫ്ലവേഴ്സ് കുറവാണ്. ഓക്കെ, ഇനിയാണ് നമ്മുടെ വമ്പൻ സാധനം വരുന്നേ ഉള്ളൂ. വാട്ട് ഈസ് കമ്മിങ്? എന്താ സാധനം? ഇതാണ് നമ്മുടെ അവക്കാഡോ ട്ടാ. നമ്മളൊരു അവക്കാഡോ പ്ലാന്റ് വാങ്ങിയായിരുന്നു. പക്ഷെ നമുക്ക് അതിന്റെ എത്ര ഡ്യൂറേഷനിൽ അത് കായ്ക്കാന്നുള്ളതും ഇത് അറിയത്തില്ല. അപ്പൊ നമ്മൾ അവരോട് ചോദിച്ചപ്പോ ഓൾമോസ്റ്റ് അത് കായ്ക്കേണ്ട ടൈം ആയിട്ടുണ്ടാന്ന് പറഞ്ഞത്. പിന്നെ ഇതേ സെയിം ഏജിലുള്ള പ്ലാന്റ്സിൽ നമ്മൾ നോക്കിയ സമയത്ത് കുറച്ച് കായ ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെടി അത്ര ഭംഗിയില്ലാത്ത കാരണം നമ്മളത് പർച്ചേസ് ചെയ്യാൻ. ഇതാണ് അപ്പൊ നമുക്ക് ഇതിൽ നമുക്ക് ഇതിന്റെ കായ എപ്പോ വരുമ്പോ എന്താന്നുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ തരുന്നതായിരിക്കും. ആദ്യം നമ്മൾ സാധനം കൊണ്ടുപോയി വെക്കണം. അതിന് നമ്മൾ ആദ്യം ഇനി അങ്ങോട്ട് തിരിച്ചു വേണ്ട. അവിടെ ഇതാണ് നമ്മുടെ തെങ്ങിൻ തോട്ടം. ഈ പ്ലോട്ടിനകത്ത് അവിടേക്ക് നമുക്കൊരു സ്ഥലമൊക്കെ കണ്ടെത്തി നമുക്ക് അവിടേക്ക് ഒന്ന് സെറ്റ് ആക്കി എടുക്കാം. ഇവിടെ മാത്രമല്ല കുറെ സറൗണ്ടിങ്ങിൽ കുറെ സ്ഥലമുണ്ട്. അപ്പൊ നമ്മള് ചുറ്റുമുള്ള സ്ഥലത്തുനിന്ന് ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് വേണം ഇരിക്കാൻ. അപ്പൊ നമ്മള് എല്ലാ സംഭവങ്ങളും പുറത്തെടുത്ത് വെച്ചുട്ടാ. ഇനി അതിന്റെ ഒരു ക്ലോസപ്പ് വീഡിയോയും കൂടെ ഞാനിടാം. ഇനി നമ്മൾ ഈ ചെടികളൊക്കെ വെക്കണം. മിക്കവാറും ചേട്ടനും ചേച്ചിയൊക്കെ ഉണ്ടാവുന്ന തോന്നുന്നു നമ്മൾ വെക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ. അതാണ്ട് അമ്മ അവിടെ ചെടികൾ വന്ന സന്തോഷം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. ഇനി ഞാൻ എല്ലാ ചെടിയുടെ ഒരു ക്ലോസപ്പ് വ്യൂ ഇടാം. എന്നിട്ട് അടുത്തത് നമ്മൾ ഒന്നെങ്കിൽ ഈ വീഡിയോ തന്നെ നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ എന്താ പറയാ ഈ വയ്ക്കുന്ന വീഡിയോസും കൂടെ. കാര്യം ഒരു ഫണ്ണാണ്. നമ്മളിപ്പോ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് തിന്നാനുള്ള സാധനങ്ങൾ വെച്ചിട്ട് ആ സാധനം വന്ന് കഴിക്കുമ്പോൾ ഒരു ഫണ്ണല്ലേ. അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യമായിട്ടാ ചെയ്യുന്നേട്ടാ. ഈ സാധനമൊക്കെ എങ്ങനെ വരും, ഇത് വെച്ചാൽ മാത്രം പോരാ, മര്യാദയ്ക്ക് നമ്മൾ പരിപാലിക്കുകയും വേണം. അപ്പൊ ഇനി അതിന്റെ വീഡിയോ ആയിരിക്കും. അപ്പൊ ഇനി നമുക്ക് സ്പേസ് ഒക്കെ കണ്ടെത്തി ചുറ്റുള്ള സ്ഥലത്ത് ഏതെങ്കിലും ഒരു പ്ലോട്ട് കണ്ടെത്തി അതിനകത്ത് നമ്മൾ മൊത്തം ഫ്രൂട്ട്സ് വെക്കാൻ പോവാം. അപ്പൊ അതിന് നമുക്ക് ഒരു ഏരിയയിൽ മൊത്തം ഫ്രൂട്ട്സ് അങ്ങനത്തെ ഒരു പ്ലാനാ ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി ആ വീഡിയോ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. കാര്യം ലെങ്ത് കൂടുതലാണെങ്കിൽ ഭയങ്കര ബോറടിപ്പിക്കാവുന്ന പോലെ ആവില്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ലെങ്ത് കൂടിയാല് വയ്ക്കുന്നത് വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത് വെക്കുന്ന സംഭവങ്ങളോട്ട് പോകാം. അതായത് പ്ലാൻ ചെയ്യുന്നത്.